അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയും ഉമ്മയുടെ അനിയത്തിയും അതാ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. താത്ത, അതാ ആ പേരിത്തെ കുട്ടിയാണ് കേട്ടോ നവാസിനെ കൊണ്ട് ഞാൻ പറഞ്ഞത്. പഠിച്ച റബ്ബേ, നിങ്ങൾ അടുത്തന്നെ ആണല്ലടി. ആ താത്ത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ. കിട്ടിയാലൊക്കെ നല്ല കാര്യം തന്നെയാണ്. കുട്ടികളെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഒന്നും ഇങ്ങോട്ട് അടിച്ചൊരു തുടക്കാനൊക്കെ ഒന്ന് വിളിക്കും. കാരണം എന്നും ഇപ്പം നമുക്ക് അടിച്ചൊരു തുടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇതാവുമ്പോഴൊക്കെ ഞാൻ ഒന്ന് വിളിക്കും. അപ്പം നല്ലോ മട്ടത്തിനും വെടുപ്പിലും വൃത്തിയിലും വന്ന് അറ്റങ്ങളും ഇറ്റടിച്ചു വരലും തുടക്കലും പാത്രം മോളൊക്കെ ചെയ്ത് തരും. നല്ല കുട്ടികളുമാണ്. റെജിന, അതിനിടെ ഇപ്പം ഞമ്മക്കിപ്പോൾ ഒരു പുതിയ ഫൈസലിനാണെങ്കിൽ നമുക്ക് നോക്കേനോ. ഓനക്കിപ്പോൾ നിലവിൽ പെണ്ണും പെടുക്കുകയൊന്നും ഇല്ല. അതുകൊണ്ട് ഓനക്ക് പറ്റുന്നുണ്ടേ നോക്കേനും. അത് താത്ത മാണ്ട, നവാസിനാണെങ്കിലും മതി. അതെന്തേടി? അല്ലേ ഫൈസൽ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ? അല്ലടി, ഇപ്പം പഴയ പോലെ ഒന്നല്ല. എൻ്റെ കുട്ടി നന്നായിക്കണേ. അല്ല, അത് വേണ്ട. ഇനിയിപ്പോൾ അതാ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടേ. ഓനക്ക് പറഞ്ഞാൽ കുറച്ച് പൗറും പത്രാസൊക്കെ ഉള്ള പെണ്ണുങ്ങളെ തന്നെ വേണ്ടേ. എൻ്റെ റെജിയെ, ഓനിപ്പോൾ പഴയ പോലല്ല. പൗറും പത്രാസും ഉള്ള പെണ്ണുങ്ങളൊന്നും ഓനക്ക് പറ്റണില്ല. അവിടെതാ നല്ലൊരു പണക്കാരത്തി പെൺകുട്ടി. ഓനിപ്പോൾ ഒരു പുതിയ ഷോപ്പും കാര്യങ്ങളും ഇതൊക്കെ ഇട്ടില്ലേ. ഓല ഇവിടെ ഒരു മാള്. അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മൂപ്പർക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. നല്ല കാണാനും കുട്ടി കുഴപ്പമില്ല. അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഓൾക്ക് നല്ല മുതലാളിമാരാണ്, കോടീശ്വരന്മാരാണ്. അപ്പോൾ പെണ്ണിന് പൗറും പത്രാസൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് പോവും പഴയ പോലല്ല. ഓലെ പെരക്കാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഷാമോന് പറഞ്ഞു. തന്നെ? അപ്പോൾ ഓൻ്റെ കഥകളൊക്കെ ഓല അറിഞ്ഞിക്കണോ? പിന്നെ അതൊക്കെ പറഞ്ഞു അറിഞ്ഞിക്കണ്. എന്നാലും കുട്ടിക്ക് പിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷെ ഓനക്ക് ഓൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് കിടക്കണില്ല. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? നമ്മളെ കൊണ്ട് പറയാനല്ല കഴിയുള്ളൂ. ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് കെട്ടിക്കാൻ പറ്റൂലല്ലോ. അതും ചെയ്യണാത്താ. വെറുതെ അല്ല നിങ്ങൾ പറഞ്ഞത്. ആടി, എന്തൊക്കെ തന്നെയായാലും അല്ല താത്ത, എന്താ ഫൈസലിനെ ഇനിയിട്ടിപ്പോൾ ഒന്ന് അങ്ങനെയാണെങ്കിൽ ആണ്ട് ഒന്നുകൂടി ഓനോട് പറഞ്ഞു നോക്കൂടെ? എടി, ഞാനൊക്കെ പറഞ്ഞിക്കണേ. ഇജ്ജൊന്ന് പറഞ്ഞു നോക്ക് ഓളൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ഒരു മനസ്സ് പൗതി സമാധാനമാവും. ഇപ്പത്തിന് ഒന്നും കൂടെ റെഡിയായി വന്നപ്പോൾ മറ്റേ രണ്ടോട് കെടുക്കുകയാണ്. വലിയോളത് ഇപ്പോൾ ബാക്കിക്കാ. എന്താ ഇപ്പോൾ കാട്ടുക? ഓളാണെങ്കിൽ മരോള് ഫസീല ഒരു വാശിക്കും വേണ്ടി നിൽക്കുക. എവിടേക്ക് ഏതൊക്കെ ആർക്കും അറിയാം. ഇബിലാണെങ്കിൽ വിളിക്കാനും പോയിട്ടുമില്ല. താത്ത, എന്നാലും ഒന്ന് വിളിച്ചു നോക്കൂടെ നിങ്ങൾക്ക്? എന്തായാലും തെറ്റൊക്കെ ഒരാളത്ത് പറ്റും. എടി റജിയെ, ഒരു വെട്ടും രണ്ടു വെട്ടും അല്ല, പല വട്ടായിട്ടാണ് ഓള് ഈ പരിപാടി ചെയ്യണത്. മുണ്ടാദ്യം പറയാതെ ഇറങ്ങിപ്പോവുക. എന്നിട്ട് വരൂല, തോന്നുമ്പോൾ കയറി വരിക. ഒന്നുമില്ല, ഓൻ്റെ ആണല്ലേ. ഓൻ്റെ മനസ്സിക്കും തോന്നൂല എന്തിനാ അങ്ങനെ ഒരു പെണ്ണെന്ന്. ഇപ്പോൾ ഓളെ കുറിച്ച് പറയണ ഓനക്ക് പറ്റുന്നില്ല. നോക്കടി, ആ പൊന്നു മക്കള് ഓരോ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയണില്ല. മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ വല്ലാതെ ദീമക്കാണ് നിൽക്കാത്തത്. ഇജ്ജ് പറയായിട്ടൊന്നല്ല, പൂതില്ലായിട്ടുമല്ല. എൻ്റെ കുട്ടി എത്ര ദിവസമായി. ഓനും ഉണ്ടാവില്ലൊരു പൂതി. ഓനൊരു ബാല്യക്കാരൻ മനുഷ്യനല്ലേ. 2 കുട്ടികളുണ്ട് ചെറുത്. എന്നാലും ഇപ്പോൾ ഓന് പെണ്ണുങ്ങളൊപ്പം നിൽക്കേണ്ട പ്രായമല്ലേ. എൻ്റെ റെജി എന്നോട് പറയാൻ ഞാൻ പിന്നെ കണ്ണ് ചുമ്പലാണ്. ആ വാത്തക്ക് വല്ലാണ്ട് ചിന്തിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളൊരു പക്ഷെ ഓള് കയറി വരും ചെയ്യും എൻ്റെ പെണ്ണെ. അതുകൊണ്ടും ബേജാറണേ. നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു കല്യാണം കാട്ടിക്കൂട്ടി വെച്ചാൽ ഇവിടെ ഒന്നും മടിക്കൂലേ, കേസും കൊടുക്കുവേ. കാരണം എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഈ കാലത്ത് പെണ്ണുങ്ങളെ ഭാഗത്താണ് കോടതി. ഓലൊന്ന് പീഡിപ്പിച്ചു, അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ടതാക്കിയാൽ ഓക്കെ. ആണുങ്ങളെ ഭാഗം കുറ്റം തന്നെയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് ഇതായതുകൊണ്ട് റഹ്മാനെ ഇങ്ങനത്തെ കാട്ടിക്കൂട്ടുന്ന പെണ്ണുങ്ങളെ കൊണ്ട് ഇടങ്ങാറിയിക്കണം മനുഷ്യന്. ഓളോളം ഇഷ്ടത്തിന് ചാടിപ്പോയി. ഓക്കെ, ഓളോളം ഇഷ്ടത്തിന് പോയി. ഒരു പ്രാവശ്യം അങ്ങനെ പോയി കല്യാണത്തിന്, പിന്നെ ടൂറ്, അങ്ങനെ പോയി മുണ്ടാതെയും പരാതി 2 ദിവസം കഴിയുമ്പോഴൊക്കെ വരും. ഈ ഒരു പോക്ക് പോയിട്ട് വന്നിട്ടുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓളെ ഒഴിവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇതാക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോത്തിന് ഓള് പോവില്ലേ. കേസ് കൊടുക്കാൻ എന്നെ പീഡിപ്പിച്ചിട്ട് നമ്മുടെ നിന്നതാണ് അങ്ങനെ. സത്യം ആരെ ഭാഗത്താന്ന് നോക്കണില്ലല്ലോ. എപ്പോഴും പെണ്ണുങ്ങളെ ഭാഗത്ത് തന്നെ എൻ്റെ പൊന്നാറ റെജിന കോടതി നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞമ്മക്ക് ദീമ അങ്ങോട്ട് തൊട്ട് കളിച്ചാനും പേടിയാണ്. ഇപ്പം മനസ്സൊക്കെ വല്ലാത്തൊരു പേടിയും ബേജാറാണ്. പക്ഷെ എൻ്റെ മോൻ നവാസ് പറയും, ഉമ്മ എനിക്ക് പേടിയൊന്നുമില്ല. എന്താ ഓള് പോണേക്ക് പോയിട്ട് ഞമ്മക്കിപ്പോൾ എന്താ ഓളുള്ള ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ. ഓൻ പറയട്ടെ, ഓന് കുറച്ചിപ്പോൾ കുറ്റuറപ്പൊക്കെ ഉണ്ട്. മറ്റേത് ഓളെ വെത്തലേനു കുറ്റം പറയാന്ന് പറയില്ല. എന്താ ഓള് പറഞ്ഞത് അതിനനുസരിച്ച് ഗൾഫിക്ക് പോകുമ്പോഴായാലും. അപ്പം എന്താ അതൊക്കെ ഇപ്പോഴല്ല അറിയണത്. ഓള് വരച്ച വരിയിലൊന്ന് നിർത്തിനു. നിങ്ങളും ചെയ്താണി അങ്ങനെ അയക്കാണി പറഞ്ഞാൽ ഓൻ്റെ ആ ബിസിനസ്സിൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ പൈസ ഇവിടെ അക്കൗണ്ടിലേക്കല്ലേ കയറിയിട്ടുണ്ട്. ഓനക്കതിന്
ഓള് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുക. എന്തൊരു പരിപാടിയാണത്. ഫസിയേ കുറച്ച് പൈസ ഇട്ടിക്ക ഓൽക്ക് കൊടുക്കാൻ ഇവൽക്ക് കൊടുക്കാൻ. അപ്പോൾ ഓള് ചോദിച്ചു ആർക്കാ എന്തിനാ എങ്ങനെ. ഇനി ഒരു പെരീത്തെ ചിലവാണെങ്കിലും ഓലും കുട്ടികളെ കാര്യമായിട്ട് പെരിയിലുള്ളത്. എന്നാലും തന്നെ ഓരോരു സാധനം പെരീക്ക് കൊണ്ടുവരാണെങ്കിലും ഇതാക്കുകയാണെങ്കിലും വലിയ കണക്കാണ് ഓൾക്ക്. എന്തിനു വേണ്ടിയിട്ട് എന്താ ഇവിടെ ഇത്ര തോനെ എല്ലാവർക്കും ഒരേപോലെ എടുക്കേണ്ടത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഓരോ കണക്കും കഴിയും. ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് കുട്ടീനെ ചേർത്തണം, എന്തിനാ ഒരു അഡ്മിഷനോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ഈ അഡ്മിഷൻ എന്തോ ഒരു പൈസ ചോദിക്കുകയാണ്. ഇവളെ കയ്യിൽ നിന്നുകൊണ്ട് കിട്ടേണ്ടത്. ഞാൻ വിചാരിച്ചു ചെയ്തു റഹ്മാനെ എൻ്റെ കുട്ടി നയിച്ചുണ്ടാക്കുന്ന പൈസ ഓളെ കസ്റ്റഡിയിൽ. ഇതൊക്കെ എന്തിൻ്റെ ഞാൻ അങ്ങോട്ട് പഠിച്ചോനെ എനിക്ക് പറയാൻ അറിയായിട്ടല്ല, ഞാൻ ക്ഷമിച്ച് നിൽക്കണം. എത്രയൊക്കെ തന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളെ കീഴിൽ നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ആണത്തുള്ള പരിപാടിയല്ല. എൻ്റെ നവാസ് അങ്ങനെയാണ്. എൻ്റെ നവാസ് ഫസീലാൻ്റെ കീഴിലായിരുന്നു ഇതുവരെ നിന്നിൻ്റെത്. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ഇങ്ങോട്ട് പേടിപ്പിച്ചല്ലേ. അപ്പോൾ ഇതിന് ആണുങ്ങളതിൽ ബുക്കാണ്. ഫസിയെ കുറച്ച് പൈസ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഓളങ്ങനെ ഇട്ട് കൊടുക്കുക. എന്തോ ഒരു കാട്ടിപ്പം എന്തൊക്കെയാ ആവട്ടെ. ഓരോ വരുമാനത്തിൻ്റെ എല്ലാവരും ബാങ്കുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നുണ്ട്. ആർക്കറിയാം ഇനി ഓൾഡീക്കാണോ ബെൻഡീക്കാണോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമില്ല ഇതിമല്ലൊന്നും. എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ വേയാണ്ട് ഓരി പോത്താണ്ട് കൊടുക്കുക. എന്നാൽ പിന്നെ കച്ചറിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഇടയിൽ അതേ നടക്കുള്ളൂ. അള്ളാഹു ആലം എന്തൊക്കെയാണാവോ. ഇനി ഓൻ അക്കൗണ്ട് മാറ്റിക്കണോ അറിയില്ല. ഒക്കെ ഓൾഡിക്കേന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, ഓളെടുത്ത് കൊടുക്കുക. എന്തൊരു പരിപാടിയാണ് അത്. ഒരിക്കലും നല്ല പരിപാടിയല്ല ഈ പെണ്ണുങ്ങളെ കീഴിൽ ആണുങ്ങൾ നിൽക്കൽ. അതിപ്പോൾ ആണുങ്ങളടുത്ത് നിന്നാണ് കുറച്ചിച്ച് കിട്ടണം. അതൊരു ബർക്കത്ത് തന്നെയാണ്. എൻ്റെ മോനക്ക് ആദ്യം കുറേ തെറ്റ് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആകെ ഇടങ്ങാറിയിക്കണം. ഒക്കെ ഓളെ ഇഷ്ടത്തിന് അങ്ങനെ ഓളാണെങ്കിൽ ഒന്നിനും അയക്കൂല്ല സമ്മതിക്കൂല്ല. അങ്ങനെ ഒരു പിശുക്കിച്ച് ഇങ്ങോട്ട് ജീവിച്ചു. ഓളുള്ള ഇഷ്ടത്തിന് ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കണേ, ഓൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണേ, അതിനൊന്നും ഒരു കുറവില്ല. ഞാൻ അങ്ങനെ പറയും ഓനോട്, മോനെ വീടോ സ്ഥലമൊക്കെ ഒന്നുകൊണ്ട് ആക്കിയിട്ടാൽ. പക്ഷെ അയിമക്ക് ഓനെ ചിന്തിച്ചില്ല. എന്താ ഇപ്പോൾ കാട്ടുക. അങ്ങനെയൊക്കെ ഏതായാലും ഓൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അല്ല റജിയെ ഒന്ന് പോയി നോക്കിയാലോ. ഞാൻ ഷാമോനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഏതായാലും പോലപ്പം വന്നിട്ട്. മോനെ ഷാമോനെ. ഉമ്മ എന്താ. എടാ ആ വീട്ടിലത്തെ കുട്ടിയാണല്ലോ നമ്മളെ നവാസിനെ പറഞ്ഞിട്ടത്. ഉമ്മ നവാസ് കാക്കോ അത് ആ മോനെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. ഞമ്മക്കൊന്നും വേണമെങ്കിലൊന്ന് പോയി. ഉമ്മ ഇത്താത്ത ഡൈവേഴ്സൊന്നും ആയിട്ടില്ലല്ലോ. ആ ഒരു സ്ഥിതിക്ക് ഇപ്പോൾ നമ്മളതിന് നിൽക്കണോ. എൻ്റെ പൊന്നു മോനെ എൻ്റെ കുട്ടീനോട് എനിക്ക് പറയുകയാണെങ്കിൽ ഫൈസലേനേക്കാളും പെട്ടെന്ന് തീരുമാനമാക്കേണ്ടത് എൻ്റെ നവാസിൻ്റെതാണ്. ഓനാണ് ആകെ ഇടങ്ങാറിയിക്കണം. മക്കൾ ചെറുത്. പിന്നെയെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഭാര്യ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ നടക്കുക. ഒരു സൈസ് ടെൻഷനും കാര്യങ്ങളും ഒന്നും ആയെങ്കിലും മതിയേനു. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി എന്താ നമ്മൾ വേണ്ടിയതെന്ന് ആലോചിച്ച് നോക്കി. ഉമ്മ ഞാൻ എന്താ പറയാനാ. നിങ്ങൾ ഇക്കയോട് ചോദിച്ചോ നവാസ്കയോട് ഒന്ന് ചോദിച്ചു നോക്കി. ഇക്കയോട് ചോദിച്ചിട്ട് പോയി നോക്കാം. അല്ലെങ്കിൽ അതിനിപ്പോൾ ഞാനറിയാതെ എനിക്കിപ്പോൾ ഫസീലത്തൊരു പെണ്ണിനെ ആലോചിച്ചില്ലേ. എൻ്റെ ആങ്ങളുടെ മോളെങ്ങാനും അതുപോലെ ആയിത്തീരും ഒടി ലാസ്റ്റ്. പിന്നെ ഞാനറിയാതെ അതിന് നിൽക്കണ്ട ഉമ്മ. നിങ്ങൾ ഇക്കാക്കൊന്ന് വിളിക്കേ. ആയിക്കോട്ടെ മോനെ. അങ്ങനെ അതാ ഉമ്മ അപ്പോൾ തന്നെ നവാസിനെ വിളിക്കുന്നു. നവാസ് ഫോൺ എടുക്കുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്. ഉമ്മ വിളിച്ചത് കണ്ട് നവാസ് തിരിച്ച് വിളിക്കുന്നു. ഇതാ നവാസ് വിളിക്കണ്. ഹലോ മോനെ. അസ്സലാമു അലൈക്കും. ഉമ്മ വലൈക്കും അസ്സലാം. എവിടെ എത്തി. അല്ലാ എന്താ ഇന്നൊന്നും എത്തൂലേ. അത് 2-3 ദിവസത്തിന് പോയതാണോ. എൻ്റെ പൊന്നുമോനെ ഞങ്ങൾ മൂത്താപ്പാൻ്റെ കൂടെ പോയി. ഇപ്പോൾ ഞങ്ങൾ എളാമാൻ്റെ കൂടെയാണ് ഇവിടെ റജിനളാമാൻ്റെ കൂടെ. അപ്പം ഉമ്മാൻ്റെ കുട്ടിയെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ള ഒരു കാര്യം ചോദിക്കാനാണ് ഉമ്മ വിളിച്ചത്. ഉമ്മ മക്കളെവിടെ. മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലല്ലടാ. ഓരൊക്കെ നല്ല സന്തോഷത്തിലാണ്. പിന്നെയെന്ന് വെച്ചാൽ നുസി ഉണ്ടായാലും ഷാമോൻ ഉണ്ടായാലും ഓർക്ക് പോലെ ആപ്പാപ്പിയും മേമയും കിട്ടിയാൽ പോരെ. ഓലേറ്റ് ഭയങ്കര കളി. പിന്നെ വെച്ചാൽ പെണ്ണ് നല്ലോ നോക്കിട്ടോ കുട്ടികളെ. എനിക്ക് വരെ അങ്ങനെ നോക്കാൻ കഴിയൂല എൻ്റെ പൊന്നുമോനെ. എങ്ങനെയാ വെച്ചാൽ തിന്നാൻ കൊടുത്തിട്ടും നോക്കിയിട്ടും കുളിപ്പിച്ചിട്ടും അങ്ങനെയാണ്. നല്ല മോളാണ്. ആയിക്കോട്ടെ ഉമ്മ. അതോ പിന്നൊരു സമാധാനമുള്ളത്. ഉമ്മ ഒറ്റക്കാവുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ ഓളുണ്ടായപ്പോൾ അത്ര ഒരു വിഷമം തോന്നണില്ല.
ആ എൻ്റെ പൊന്നുമോനെ, എന്നോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട് മോനെ. എന്താ എൻ്റെ കുട്ടീൻ്റെ പ്ലാനിങ് എന്തുമ്മ? അല്ലേ അല്ല, എൻ്റെ കുട്ടി എന്താ ഓളെ കൊണ്ട് കണ്ടക്കണേ ആ ഒന്ന് പറയ് ഉമ്മ. ഞാൻ എന്തമ്മ പറയാൻ, കുറേ കാലം ഓളെ കീഴിയാൻ നിന്നു. ഓളിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കായിരുന്നു. എല്ലാം ഓളെ ഇതല്ലേ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിനുമ്മ. സത്യമായിട്ടും ആ മോനെ, അതിനൊക്കെ ഒരു മോചനം വേണ്ടേ? എങ്ങനെമ്മ കയറി വരൂല പെട്ടെന്നത്. പിന്നെ നമ്മളെതിരെ വല്ല കേസും കൊടുത്താൽ അതുമായി ആകെ പെട്ട് കിടക്കുകയാണ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ്. മക്കളെ കരുതിയതുകൊണ്ട് മാത്രമാണ് ഉമ്മ. മോനെ, എൻ്റെ കുട്ടിയെ ഉമ്മ എന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. എന്തി ഉമ്മ? റെജിനാമ്മ പറഞ്ഞിനല്ലോ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത്, 3-4 പെൺകുട്ടികളുള്ള വീടുണ്ട്, പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഉമ്മ ഒന്ന് പോയി നോക്കട്ടെ ഉമ്മ. എന്താ ഉമ്മ ഇനി അതും കൂടി എൻ്റെ തലയിൽ. എൻ്റെ പൊന്നു മോനെ ഒന്നുമില്ല, ഒന്ന് പോയി നോക്കണുള്ളൂ ഉമ്മ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. എന്താ ഓളോളം ഇഷ്ടത്തിന് പോയതല്ലേ, അപ്പം പിന്നെന്താ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൂടെ ഉമ്മ? എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് എനിക്ക് ഒന്നും തോന്നില്ല ഉമ്മ. എനിക്ക് കല്യാണം തന്നെ ഇനി വേണ്ട എൻ്റെ പൊന്നുമോനെ. അത് ഈ പറയല്ലേ, ഇല്ല ഞാൻ പറ്റൂല. എൻ്റെ കുട്ടിക്കും വേണ്ട നല്ലൊരു ജീവിതം. ഓളങ്ങനെ പോയി വിചാരിച്ചു ഈ ഇന്ന് ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങളില്ലാതെ ജീവിക്കേ ഉമ്മ? നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളി. ഉമ്മാൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഇനി ഒന്നിനും നിൽക്കണില്ല. നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ നിൽക്കണുള്ളൂ. ഇപ്പോൾ ക്ഷാമവും കണ്ടില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നപ്പോൾ ഓൻ്റെതൊക്കെ റാഹത്തായി. നിങ്ങളെന്താ പറയണേ അതിനനുസരിച്ച് ഞാൻ നിൽക്കണുള്ളൂ. അല്ലാതെ ഒരു പെണ്ണുങ്ങളെ വർത്താനം കേൾക്കാൻ ഇനി ഞാനില്ല. മോനെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആ ഉമ്മ നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളി. അങ്ങനെ അതാ ഉമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. മോനെ ഓൻ പറഞ്ഞു പോയോക്കാൻ തന്നെ. അല്ല ഞാൻ പറഞ്ഞില്ല താത്ത, ഒന്ന് പോയി നോക്കിപ്പോരി. അതിനിപ്പോൾ എന്താ? ഓനിപ്പോൾ പെണ്ണിനും പെടക്കോയ്ക്കും പൂതില്ല. ഓന് പൂതി 5 കെട്ടിക്കണ്. ഓനിപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇതില്ല. ഓൻ പറയാം എന്തിനാ ഒന്നനെ തലയിലായി കിടന്നിട്ട് ഞാൻ ഇടങ്ങാറാണ് കണ്ടില്ലേ. ഇനി ഒന്നും കൂടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിയാൽ ഒന്ന് പോയി നോക്കണിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഉമ്മ എന്നെ ഞങ്ങൾ പോയി നോക്കിയൊന്ന്. ഞാനും എന്നാൽ റെജിയും കൂടി പോയി നോക്കാം. അല്ല റെജിയെ? ആ താത്ത ഞാൻ വരാലോ. ഷാമോൻ നുസിയും മക്കളൊക്കെ ഇവിടെ നിന്നു കേട്ടോ. മക്കളൊന്നും കാണണ്ടോല് ഓല് നിങ്ങളിവിടെ നിൽക്കി. അങ്ങനെ അതാ റെജിയും ഉമ്മയും കൂടെ അങ്ങോട്ട് പോകുന്നു. അവർ നേരെ ചെന്ന് അവിടെ പോയി ബെല്ലടിച്ചു. അവിടെ നിന്ന് ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. ആ ആരത്? റെജിത്താത്തേ, ഇങ്ങോട്ട് കയറിക്കോളി. ഇതാരോ റെജിത്താത്ത? മോളെ അതൊക്കെ ഉണ്ട് ഇവിടെ. ഉമ്മനെ വിളിച്ചാ? ഉമ്മ ഇത് ഇവിടെ ആരോ വന്നിരിക്കുന്നോ റെജിത്താത്താൻ്റെ കൂടെ. അല്ല ആരാണത്? ആ ഉമ്മ ഓടി വന്നു. ആ അല്ല താത്തേ, ഇങ്ങോട്ട് കയറിക്കോളി, ഇരിക്കി. ഇതിപ്പോ അതെ ഞാൻ നാളെ പറഞ്ഞില്ലേനോ, എൻ്റെ ഏട്ടത്തിയാണിത്. ആ പഠിച്ച റബ്ബേ, കുറേ മുമ്പ് കണ്ടൊരു ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു പെട്ടെന്ന്. ആയിക്കോട്ടെ ഇരിക്കി. അല്ല മോളെ ചായക്ക് വെള്ളം വെക്ക്. അല്ല അതൊന്നും വേണ്ട. അതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏതായാലും എൻ്റെ താത്തൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ഉമ്രക്ക് പോവുകയാണല്ലോ, താത്തയും മോളും മരുവനും ഉമ്രക്ക് പോവുകയാണ് പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പറയാൻ വന്നപ്പോഴേ അതിന് മുമ്പ് സൽക്കരിക്കാൻ വിളിക്കാൻ ഒരു സമ്മതിച്ചിട്ടില്ലേ. വിളിക്കായിട്ടൊന്നല്ല വരണ്ടേ, ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരണ്ട് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ പോയി പോരാണ്. അങ്ങനെയാണല്ലേ? മാഷാ അല്ലാ, ഒന്ന് ഇരിക്കി. എന്തൊക്കെയാണ് വർത്താനം? വീട്ടിലത്തെ സുഖമല്ലേ? ആ അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നിങ്ങൾ ചെറിയ മോൻ്റെ കല്യാണം ആ ഇപ്പം അടുത്ത് കഴിഞ്ഞു. ഓലും അവിടെ വന്നിക്കണ്, മോനും മരുവോളും അവിടെ ഉണ്ട്. ആ ആണല്ലേ? അപ്പോഴേക്കും മക്കൾ ചായ വെക്കുന്ന തിരക്കിലായിരുന്നു. അല്ലോ ആ ഒന്നും വേണ്ട കേട്ടോ, ചായ ഒന്നും വേണ്ട റബ്ബേ, ഓരോടത്തുനിന്ന് തന്നെ കുടിച്ചു പോന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് വന്നിട്ട് 1 ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ചിട്ട് പോവാ. നിങ്ങൾ ഇരിക്കേ, നമ്മളെ വീടും കൂടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവൂലേ. എന്തിന് അല്ലേ? ഞാൻ പറഞ്ഞു റജിത്താത്താനോടെ, പഠിച്ചോനെ നിങ്ങളെ മതിലിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പൈസ മതി ഞങ്ങളെ വീടിന് എന്ന് പറയും. ആ അതൊക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ, സമാധാനം ഉണ്ടെങ്കിൽ തന്നെ അല്ലേ എത്ര വലിയ വീടായാലും സന്തോഷമുള്ളൂ. നിങ്ങൾ ഇരിക്കുന്നാലേ, നിങ്ങളെന്ത് നിൽക്കണ്? ആ ഇരിക്കുക. റജിയെ എടി ഓലോട് ചായ ഒന്നും വേണ്ട പറയേ. എവിടെ കുട്ടീനൊന്ന് കാണേ, നമുക്ക് ഈ കാര്യം പറഞ്ഞോ. നേരെ റജിന അതാ അടുക്കളേൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. എവിടെ സൗദ? എവിടെ ഓളെവിടെയാണ്? ആ ഓളവിടെ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുക. ശരി. എന്തൊക്കെ പിന്നെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും വന്നീനോ? കല്യാണത്തിൻ്റെ കാര്യം വരായൊന്നുമില്ല, നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിട്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ നീട്ടിടും. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞതല്ല, അതിൻ്റെ ഇളയത് അത് അതിൻ്റെ ഒപ്പത്തിനൊപ്പം അയക്കണേ. ഏട്ടത്തി അഞ്ചത്തിയാൾ ഏതാ മനസ്സിലാണില്ല. അപ്പോൾ അങ്ങനെ 3-4 നിൽക്കല്ലേ. അതുകൊണ്ട് അല്ല സൗദ എവിടെ?
നിസ്കാരം കഴിഞ്ഞിട്ടില്ലല്ലേ? ആ ഓളിപ്പം ഉമ്മ പെട്ടെന്ന് ആ റൂമിന് അടുക്കലേക്ക് ചെന്നു. മോളെ സൗദ, നിസ്കാരം കഴിഞ്ഞില്ലേ? ആ ഉമ്മ ഇത് വരുന്നു. അവൾ പെട്ടെന്ന് നിസ്കാരക്കുപ്പായം ഊരിയിട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. ഉമ്മ, ആരാ വന്നത്? മോളെ, അത് നാള് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ റെജിന താത്താൻ്റെ ഏട്ടത്തി വന്നിക്കണ്. അന്നൊന്ന് കാണണം വിചാരിച്ച് വന്നാണ് തോന്നുന്നു. ഇങ്ങോട്ട് വന്നതാണല്ല, കാണണം വിചാരിച്ചിട്ടല്ല. ഒന്ന് വന്ന് അന്നെ ചോദിക്കുന്നുണ്ട്. ഒന്ന് ചെന്നാളി, ആ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടിക്കൂടടി. സൗദിയുടെ മുടികൾ ആകെ അഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ അത് വാരിക്കോതി കെട്ടി പെട്ടെന്നൊരു തട്ടും മേൽക്കൂടെ ഇട്ടിട്ട് അവൾ അങ്ങോട്ട് ചെന്നു. താത്ത, ഇതാണ് സൗദ. എവിടെ? ആ ഉമ്മ പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഉമ്മ അടിമുടി ഒന്ന് നോക്കി. മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ? ഞാൻ ഇവളെ ഏട്ടത്തിയാണേ. ഇരിക്കി ഉമ്മ, ചായക്ക് വെള്ളം. ഇത് ഇരിക്കന്നെയാണ് മോളെ, ഞങ്ങൾ പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം പിന്നെ ഓളിങ്ങനെ ഒരു വർത്താനം പറയുന്നു. നിങ്ങളൊക്കെ പറ്റി ഇങ്ങനെ പറയും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ എത്തില്ല, തൊട്ടടുത്ത് തന്നെ വീടും. അപ്പോൾ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. അനിയത്തിമാരൊക്കെ ഇവിടെ, ഒരാൾ +2 ഡിഗ്രിയാണ് പഠിക്കുന്നത്, ഒരാൾ +1, പിന്നെ ഒന്ന് 9ആണ്. അത് ശരി. മോളിപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ പഠിക്കണമെന്നില്ല. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആയതാണ്. പിന്നെ ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ എന്തിനും വേണ്ട അതിൻ്റേതായിട്ടുള്ള എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ ടൈലറിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അത് ശരി, അങ്ങനെയൊക്കെയാണല്ലേ. മോളെ, എൻ്റെ പേരെന്താ പറഞ്ഞത്? ഇതെന്നെ ഇത്താത്ത വിളിച്ച പേരെന്നെ. എൻ്റെ പേര് സൗദ. സൗദത്ത് എന്നൊക്കെ വിളിക്കൽ സൗദ എന്ന് വിളിക്കും. അത് ശരി. മോളെ, എന്തൊക്കെ പിന്നെ വർത്താനം? സുഖം തന്നെ, അൽഹംദുലില്ലാ. അവൾ അടുക്കളയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുമ്പോഴേക്കും അവളുടെ മുടിയിഴകൾ അവിടെ അഴിഞ്ഞു വീണു. ശരിക്കും പറഞ്ഞാൽ ഉമ്മ അത് കണ്ട് അത്ഭുതപ്പെട്ട്, പഠിച്ച റബ്ബേ, എത്രങ്ങാനും മുടിയുള്ളൊരു പെൺകുട്ടി, ഇത്രയധികം മുടിയോ? മെലിഞ്ഞു വെളുത്ത നല്ലൊരു സുന്ദരി കുട്ടി, കണ്ടാത്ത തോന്നൂല. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക്, എൻ്റെ നവാസിന് പറ്റിയ പെണ്ണൊക്കെ തന്നെയാണ്. പക്ഷേ അതിലേറെ എനിക്ക് അർജൻറ്റ് തോന്നുന്നു എൻ്റെ ഫൈസലിനെ കൊണ്ടൊന്ന് കെട്ടിക്കാനേനോ. എൻ്റെ ഫൈസലിനല്ലേ നവാസിന്, ആർക്കെങ്കിലും ഒരാളിവിടെ വേണം. അല്ല ഞാൻ നല്ല മോള്, മാഷാ അല്ലാ. പഠിച്ചോനെ, അല്ലെങ്കിൽ എൻ്റെ മരുക്കൾ ഞാൻ കാണാൻ പോകണ അത്ര മോശക്കാരൊന്നുമില്ല. അപ്പോഴേക്കും അതാ സൗദ ചായയുമായി വരുന്നു. ഇതാ ഉമ്മ, ചായ കുടിക്കൂ. ഇതാ റജിനത്ത, ചായ കുടിച്ചോളി. മോളെ, ചായ ഒന്നും വേണ്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്ക് അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുവാൻ തോന്നുന്നില്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് 2 വർഷമോ എന്തോ ആയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ 23-24 വയസ്സ് തോന്നിക്കും. എന്നാലും നല്ല ഭംഗിയുണ്ട് കുട്ടിയൊക്കെ കാണാൻ. സൗദ ആ ചുമരിൽ ചാരിയിരുന്നു. മോളെ സൗദ, മോൾക്ക് പിന്നെന്തേ പഠിക്കാൻ? ഒന്നുമില്ല, ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓരോ കോഴ്സിനൊക്കെ പോകാനൊക്കെ പൂതിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിന് താഴെയുള്ള മക്കളൊക്കെ ആയി വന്നപ്പോൾ പിന്നെ എനിക്ക് ഉപ്പാക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള മോളെ മനസ്സിലായി. സത്യം പറഞ്ഞാൽ സൗദയെ കണ്ടപ്പോൾ ഉമ്മാക്ക് അത് വല്ലാതങ്ങ് പിടിച്ചിരുന്നു. ഒന്ന് നുസേബിയെയും ഷമ്മാസിനെയും ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന് കരുതി. പക്ഷേ അത് വേണ്ട. ഇനിയിപ്പോൾ എൻ്റെ നവാസിൻ്റെ കാര്യം ആരൊക്കെ ആവോ? പഠിച്ചവനെ, ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊടുന്നെങ്കിൽ നല്ലൊരു സുഖമായിരുന്നു. എനിക്ക് തോന്നുക നല്ല മോളാണ്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ്. ഇനി അങ്ങനെയൊക്കെ ആവട്ടോ. പെട്ടെന്ന് സൗദിയുടെ ഉമ്മ അങ്ങോട്ട് വന്നു. ഇപ്പം തന്നെ പോവണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാലോ. അല്ല, ഞങ്ങളിനി പോട്ടെ, മോൻ പോകാൻ തിരക്ക് കൂടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി പറയും വേണോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടോ മോളെ സൗദ. അവൾ വന്നു. ഉമ്മങ്ങൾ പോവുക? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, ദുആ ചെയ്യട്ടോ. മോളെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സൗദയെ കണ്ടിറങ്ങിയ ഉമ്മാക്ക് ഉമ്മയുടെ മനസ്സിൽ നിന്ന് അവൾ മായുന്നില്ലായിരുന്നു. നേരെ അത് വീട്ടിലേക്ക് പോയി അവിടെ സിറ്റ് ഔട്ടിൽ ചെന്നിരുന്നപ്പോൾ ഉമ്മാക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം. പഠിച്ച റബ്ബേ, എനിക്ക് 2-3 ആൺകുട്ടികളെ പഠിച്ചു തന്നിക്കണ്. പക്ഷേ പെണ്ണായിട്ട് ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ബാക്കി 2 ഒപ്പിക്കണമല്ലോ. അല്ലാ, എന്ത് താത്ത ആലോചിച്ചിക്കണേ? റെജിന ചോദിക്കുന്നു. അല്ലടി, നല്ലൊരു പെൺകുട്ടിയില്ലേ, കിട്ടിയവൾക്ക് ഭാഗ്യമാണ്. താത്ത എല്ലാ പണിയെടുക്കുകയും ചെയ്യും, വീട്ടിലത്തെ നല്ല അടക്കും ഒതുക്കും എല്ലാം ഉള്ളു. പിന്നെ ടൈലറിങ്ങിൻ്റെ ഇത് ഓൾക്ക് അറിയാം. പഠിപ്പ് നല്ല ഉണ്ട്, പക്ഷെ പഠിക്കാനുള്ള സാമ്പത്തികം എല്ലാവരും നിർത്തി വെച്ചേക്കാണ്. നിങ്ങൾ കണ്ടില്ലേ ഓല ഉത്തക്ക ഓൾക്ക് കിട്ടിയ +2 ഡിഗ്രിക്ക് കിട്ടിയ ഓരോ ഷീൽഡും അതും കപ്പും അതൊക്കെ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതൊക്കെ ഓലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാ. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം ആയതുകൊണ്ടേ അതാണ് ഓല്. പിന്നെ താഴെ ഉള്ളോള്
ഡിഗ്രിക്ക് എത്തി, പ്ലസ് ടു എത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയൊക്കെ. അല്ലടി, ഒന്ന് കെട്ടിയോലൊക്കെ ഓൽക്ക് പറ്റുമോന്നാവല്ലേ താത്ത? അതൊന്നും കുഴപ്പമില്ല എന്നോല് പറഞ്ഞീനോ. ഇനിയിപ്പോൾ 2 കുട്ടികളായാലും കുഴപ്പമില്ല, ഓളെ നല്ല രീതിയിൽ നോക്കണ ഒരാളായാൽ മതി, അതേ ഓൽക്കുള്ളൂ. അല്ലാതെ ഓൽക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഓലെ പെരയും കൂടി ഇതൊക്കെ പറ്റണം, അങ്ങനത്തെ ഓരോ സിറ്റുവേഷന് സാഹചര്യങ്ങളൊക്കെ പറ്റണം. അങ്ങനെയാണെങ്കിൽ പറ്റും. ഷമ്മാസ് അങ്ങോട്ട് വന്നു. എന്തോ ഉമ്മ പോയിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഉമ്മാക്ക് എന്തൊക്കെ തന്നെയല്ലോ, ആദ്യത്തെ മക്കൾക്ക് പെണ്ണ് നോക്കി നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ആടാ, അങ്ങനെയൊക്കെ ഓരോ വിധി അങ്ങനെയാണ്, കൂട്ടിക്കോ. എന്നാലും നല്ലതായി കിട്ടിയാൽ മതി താത്ത. ആ കുട്ടികളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അലമ്പുമില്ലാത്ത നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മോനെ ഷാമോനെ, നമ്മളെ നവാസിനല്ലെങ്കിൽ ഷമ്മാസിന് അല്ല, സോറി പഠിച്ചോനെ, ഷമ്മാസ് ഒന്നും പറയില്ലമ്മ, എനിക്കിതാ ഇവളുണ്ടല്ലോ. അല്ല മോനെ, എപ്പോഴും ഈ നവാസ് ഷമ്മാസ് ഫൈസൽ തൊള്ളി വന്നിട്ടേ എന്താ പറയാൻ എനിക്കിട്ട് കിട്ടണില്ല മോനെ. എനിക്കൊന്നും കൂടി അത് ഒരു മാച്ച് തോന്നുന്നുണ്ട് എൻ്റെ ഫൈസലിനാണ്. ഫൈസലിന് കുറച്ച് പവറും പത്രാസൊക്കെ ഉള്ള പെൺകുട്ടികളുമാണല്ലോ. പക്ഷേ ഈ കുട്ടി ഇപ്പം ആ കുട്ടിനെ ഇട്ട ഡ്രസ്സിലാണ്. മാറ്റി ഒരുക്കിയാലൊക്കെ നല്ല കുട്ടിയേക്കാരം. പൊന്നു മോനെ, എന്നോട് പറയുകയാണെങ്കിൽ ഇല്ല എന്നോട് ഞാൻ പറയണില്ല, മറന്ന് പറഞ്ഞാൽ മോനെ. നുസി എവിടെ വാ. എത്രങ്ങാനും മുടിയാന്നോ, നല്ല അങ്ങോട്ട് ഉള്ളും തിക്നെസ്സും ഉള്ള നല്ല മുടി. അങ്ങോട്ട് തട്ടത്തിനുള്ളിൽ കൂടെ കൊഴിഞ്ഞാണ്ട് വീണ എൻ്റെ കണ്ണ് പെട്ടു. പൊന്നും മോനെൻ്റെ കണ്ണ് അവിടുക്കാൻ പോയത് സത്യമായിട്ടും. എന്താലേ, എല്ലാവരും അതൊക്കെ നോക്കൂല്ലോ ഉമ്മ കല്യാണത്തിന്. ഞാൻ കല്യാണം കഴിച്ചത് നിങ്ങൾ കണ്ടോ ഉമ്മ? ഞാൻ കണ്ടുപിടിച്ചത് എനിക്കറിയാം ഉമ്മ. ഞാൻ ഏറ്റവും മറവുള്ള പെണ്ണിനെ നോക്കിയാണ് കല്യാണം കഴിച്ചത്. ഏത് പെണ്ണാണ് ഈമാനുള്ള പെണ്ണ്, അങ്ങനെ നോക്കിയിട്ട് ഞാൻ കല്യാണം കഴിച്ചു. അൽഹംദുലില്ലാ, അതിനുള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു. അതെനിക്കറിയാലോ മോനെ. അതെ, ഞാൻ കണ്ടുവച്ച പെണ്ണാണ്. എൻ്റെ കണ്ണ് പെട്ടതുകൊണ്ട് ഇത് കഴിച്ചില്ലായി, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എൻ്റെ കുട്ടീനെ കെട്ടിക്കൊണ്ടേനു. പഠിച്ചോൻ്റെ ഞമത്ത് എന്ന് പറയാനല്ല. എന്താ, എൻ്റെ കുട്ടി എൻ്റെ അടുത്തൊക്കെ തന്നെ എത്തിയല്ലോ, വലിയ സമാധാനം, മാഷാ അല്ലാ. നുസൈബ് പറഞ്ഞു, ഉമ്മ എനിക്കും വരായിരുന്നില്ലേ കാണാൻ? മോളെ, കാണേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടി നല്ല കുട്ടിയാണടി. സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിൽ കെട്ടിക്കാതെ മുടങ്ങി നിൽക്കുകയാണ്. താഴത്തെ കുട്ടി ഡിഗ്രി എത്തിക്കണ്, അതിൻ്റെ താഴെ പ്ലസ് 2 ആണ്, പിന്നെ 9ലാണ്. അപ്പോൾ പിന്നെ ഓൽക്ക് ബേജാറാണേ. പിന്നെന്ന് വെച്ചാൽ ഒന്നും പോയിട്ടൊക്കെ ഉണ്ടാവും. കുട്ടികൾ കുഴപ്പമില്ല, പക്ഷെ ഒന്നും ഒരു തരി പൊന്നൊന്നും കൊടുക്കാൻ കഴിവുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഉമ്മ, ഞങ്ങളെപ്പോലെ പാവങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ? മോളെ, പാവങ്ങളെന്നല്ല, അല്ല ഓലെ കെട്ടിക്കൊണ്ടവർക്ക് കാര്യക്കാരൻ കുട്ടികൾ അങ്ങനത്തോടത്തുനിന്ന് കെട്ടണം നമ്മൾ. കുറച്ച് എന്നാലും അഹങ്കാരം ഉണ്ടാവില്ല കുട്ടികൾക്ക്, മറ്റേത് അഹങ്കാരമായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫൈസലിനാണ് ഓർമ്മ വരുന്നത് ഓളെ കണ്ടപ്പോൾ. ഫൈസലിനെ പറ്റിയൊരു പെൺകുട്ടി തന്നെയാണത്, എല്ലാം കൊണ്ടും ഒത്തിണങ്ങി. ഓനക്ക് അങ്ങനെ ഇങ്ങനെ നമ്മൾ പറ്റൂല്ലല്ലോ. ഓനക്കനുസരിച്ചൊരു പെൺകുട്ടി. എൻ്റെ നവാസിന് ഇനിയിപ്പോൾ എന്തൊക്കെയാവോ? എന്തിയമ്മ പെട്ടെന്ന് മാറിയത്? നവാസ്കാക്ക് പെണ്ണ് കാണാൻ പോയിട്ട് അത് ഫൈസൽക്കാക്കിയത് എന്തേ? അല്ല മോളെ, കുറച്ച് പവറും പത്രാസൊക്കെ ഉള്ളത് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കണ്ടാൽ പാവം കുട്ടിയാണ്, ഒന്നുമില്ല. പക്ഷേ അതിപ്പോൾ നല്ല അതിനനുസരിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളി കുട്ടിയേക്കാരം. എനിക്കൊന്ന് കാണാൻ പോകണോ ഉമ്മ? ഇനി പോകുന്നത് ശരിയല്ലല്ലോ. നേരത്തെ ആണെങ്കിൽ മോളെ എങ്ങനെയൊക്കെയെന്ന് നമുക്ക് അറിയില്ലല്ലോ, എന്നാലും കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഉഷാറ് കുട്ടിയാണടി. ഉമ്മ, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈസൽക്കാക്കോ നവാസ്കാക്കോ ഏതെങ്കിലും ഒന്ന് ആലോചിക്കാം. അല്ല, ഫസീലത്ത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് നവാസ്കാക്ക് നോക്കണ്ടല്ലോ, അത് ഫൈസൽക്കാക്കാക്കാലോ. പിന്നെ മുംതാസിനെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. നുസൈബ അവരുടെ നിർദ്ദേശങ്ങളും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉമ്മക്ക് സൗദയെ കണ്ടപ്പോൾ മനസ്സിൽ നിന്ന് അത് മായുന്നില്ലായിരുന്നു. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ മനസ്സിൽ എടി റജിയെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ മോളെ? താത്ത, നിങ്ങൾക്കിപ്പോൾ മരുവോളെ കണ്ടപ്പോൾ, അല്ല മരുവോളായിട്ടില്ല, ഓളെ കണ്ടപ്പോൾ മനസ്സിൽ നിന്നാണ് മഴണില്ലല്ലേ? ഇല്ല മോളെ, എനിക്ക് 2 ആമക്കളുണ്ട്, ഓൾക്ക് 2ആൾക്കും പെണ്ണ് കിട്ടണം. അതിലിപ്പോൾ ഞാൻ തന്നെ ഇറങ്ങല്ലാതെ രക്ഷയില്ല, അല്ലാതെ ഓല് കണ്ടുപിടിച്ചിട്ട് കിട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഷാമോൻ്റെ മാതിരി ബുദ്ധി വേണം കുറച്ച്, അതാണ് ഏറ്റവും ഇല്ല തോന്നുന്നുണ്ട്. താത്ത കേൾക്കേണ്ടത് അല്ലേ? അങ്ങനല്ല, ഓന് പിന്നെ അതിനനുസരിച്ച് കണ്ടറിഞ്ഞ ഓൻ ആദ്യമേ പറഞ്ഞിരിക്കണം, ഉമ്മ എനിക്ക് ഹിജാബ് ഇട്ട് നടക്കുന്ന കുട്ടികളെ മതി, എനിക്ക് അങ്ങനെ ഇങ്ങനെ ഷാളും തലയിൽ തട്ടടാതെ നടക്കുന്ന കുട്ടികളെ തന്നെ എനിക്ക് വേണ്ട, എനിക്ക് ഹിജാബ് ഇട്ട് നടക്കണ നല്ല ദീനിയായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മതി എന്ന് ആദ്യമേ എൻ്റെ കുട്ടീനോട് പറഞ്ഞതാ. അങ്ങനെ എൻ്റെ കുട്ടി മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഷോപ്പിൻ്റെ അവിടെ മുമ്പിലായിട്ടുള്ള കോളേജിൽ നിന്ന് ഒരുപാട് കുട്ടികൾ നടന്നു പോകും, നടന്നു പോകും, ഷോപ്പിലേക്ക് വരും.
ഒരുപാട് ഫാഷനുള്ള കുട്ടികളും നല്ല ജീൻസും ടോപ്പും ടൈറ്റുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്ന മുടിയൊക്കെ കാട്ടി നടക്കുന്ന ഇഷ്ടംപോലെ കുട്ടികൾ നടക്കുന്ന ഇടയിൽ കൂടെ ഒരു കുട്ടി ഒരു ഹിജാബ് ഇട്ട് നടക്കുന്ന ഒരു കുട്ടീനെ എൻ്റെ മോനെ കണ്ടപ്പോൾ അന്ന് എൻ്റെ കുട്ടീൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നിയതാണ്. പഠിച്ചോനെ, ഇത്രയും ഫാഷനുള്ള കുട്ടികൾ നടക്കുന്ന ഇടയിൽ ഏതാണ്ട് സോലിഹ ഒരു പെൺകുട്ടി. അങ്ങനെ എൻ്റെ കുട്ടിക്കൊരു ഇഷ്ടം തോന്നിയതാണ്. അല്ലാതെ ഓളെ കണ്ടിട്ടോ ഒന്നുമല്ല. പിന്നല്ല സംഭവം പറഞ്ഞത് നമ്മളെ മരുവൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ പഠിച്ചവനോട് എത്രമാത്രം ദുആ ചെയ്യണം, അതിനനുസരിച്ച് പഠിച്ചോ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഉത്തരം കാണിച്ചു തരും. അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ കണ്ണീരോട് കൂടിയുള്ള ദുആ കൊണ്ട് എൻ്റെ പൊന്നു മോന് ഓളെ എൻ്റെ കുട്ടീൻ്റെ കണ്ണ് പെട്ടു. അത് ഓളെന്ന് പറയരുത്, ആ ഡ്രസ്സ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ആരാ? നമ്മളെ മരുവൾ തന്നെ. അതൊക്കെ തന്നെ മോളെ, ഞാൻ പഠിച്ചവനൊന്ന് എത്ര സ്തുതിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല. ഉംറക്ക് പോട്ടെ. അല്ലാ, പഠിച്ചവനോട് ഞാൻ ദുആ ചെയ്തു. പഠിച്ചവൻ എൻ്റെ ആ പെൺകുട്ടി എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഉംറ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നേ. ഞാൻ നേർച്ചേർന്നിനൊന്ന് അതന്നെ, അതിന് വേണ്ടിയിട്ടാണ് മോളെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടാ പൊന്നു മോളെ. മക്കളെ ഫിദ, മൂത്തവ പോട്ടെട്ടാ. നുസിയേ, ഇന്ന് നിങ്ങളിവിടെ നിന്നോളിന്ന്, ഉമ്മ പോയിക്കോട്ടെ. അല്ലാ, ഉമ്മ എങ്ങനെ പോവാനാ? നുസിയേ, ഇജും ഷാമോനെ കൂടി ഒന്ന് പാർക്കാൻ വേണ്ടിട്ടോ. ഉമ്മാക്ക് തിരക്കാണ്. താത്ത നാളെ താത്ത. നീ താത്ത ഇവിടുന്ന് രാവിലെയാണ് പോങ്ങൊക്കെ. അല്ലടി, ഞങ്ങൾ പോട്ടെ. നവാസ് ഒറ്റക്കണേ. ഒറ്റക്കാകുമ്പോൾ വിഷമേക്കാരേ, മക്കളൊക്കെ കണ്ട് കൊണ്ടുവന്നില്ലേ. ഞങ്ങൾ പോട്ടെ. ഇനിയടി ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പോവാണ്ട്. എവിടെ? ഞങ്ങൾക്ക് ഫസീലാൻ്റെ വീട്ടിലേക്കാണ് പോകുള്ളത്. അല്ലാ, ഫസീലാൻ്റെ അല്ലേ? എന്താന്നാവല്ലേ, ഓള് തിരിച്ചു വരും എന്താവല്ലേ. നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണമല്ലോ. ഓൾക്കൊണ്ടിടെ പ്രായം ഒരു ഉമ്മയിപ്പയോട് അറ്റങ്ങൾ പാവങ്ങളാണ്. ഇവളൊരു തന്ത്രജാടിയാണ്. ഇവളെ ആങ്ങളൊക്കെ ഒരു സൈസാണ്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ പാപ്പാൻ്റെ അടുത്തേക്ക് ഇവൾ പോകണമില്ലല്ലോ. അല്ലാതെ ഓലിങ്ങനെ ഉപദേശിക്കും, അങ്ങനെ കാട്ടരുത് ഇങ്ങനെ കാട്ടരുതാണ്. പക്ഷെ അത് ഓൾക്ക് കണ്ണിൻ്റെ നേരെ കണ്ടൂടാ. എന്താ അപ്പം ചെയ്യുക? ആങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ഹുങ്ക് നല്ലോണം ഉണ്ടേനോ. അപ്പം പിന്നെ അവിടെ അങ്ങനെ ഉള്ളു കയ്യാ തോന്നുന്നു. അങ്ങനെയൊക്കെ പറയണേ കേട്ട് ആർക്കറിയാം. അപ്പോൾ നാളെ പോയി നോക്കട്ടെ. ആദ്യം ഉമ്മാൻ്റെ ഇപ്പാൻ്റെ അടുത്ത് പോകണം. പോയിട്ട് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും പൊരുത്തപ്പെടിപ്പിക്കണം, എന്നാലേ പോയിട്ട് കാര്യമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകാനുള്ളത് ആങ്ങളുടെ വരിക്കാണ്. നവാസിൻ്റെ ഭാര്യ നിൽക്കണ വീട്ടിക്കോ? ആ, അവിടെയല്ലോട് നിൽക്കണത്. ഞങ്ങൾ പറഞ്ഞു കേട്ടത്. ഇൻഷാ അല്ലാ പോട്ടെ. നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കി പൊരുത്തപ്പെടിപ്പിച്ചാൽ എന്നാലേ പഠിച്ചവൻ്റെ ഭാഗത്ത് നമുക്കൊരിതുണ്ടാവുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു പോയി നമുക്കൊന്നുമില്ല കേട്ടോ, മനസ്സൊക്കൊന്നുമില്ല. എങ്ങനെയെന്ന് ഓള് നല്ല രീതിയിൽ വന്നാൽ സ്വീകരിക്കാനേ നമ്മളിപ്പോഴും നിൽക്കണുള്ളൂ. അതേ മനസ്സുള്ളൂ. കാരണം ഈ കുട്ടികളെ നോക്കാജി, കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിയുമോ? അതാണ്. അപ്പോൾ വിചാരിക്കും പഠിച്ച കുട്ടികളെ തള്ളൊന്ന് വന്നിരുന്നെങ്കിലെന്ന് പലവട്ടം ഞാൻ കൊതിച്ചിക്കണ്. ഒരൊറ്റ പ്രാവശ്യം കൂടി പോയി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് നമുക്കോള് പോരണേ പോന്നോട്ടെ. അഥവാ പോരണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാരെ റെജി എന്നോട് പറയാനിതാ സൗദ എൻ്റെ മനസ്സിലുള്ള കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയാണത്. ഇച്ച് പറഞ്ഞ അന്ന് മുതൽ എനിക്ക് അറിയില്ല, ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അങ്ങനെയാണെങ്കിൽ സൗദൻ എൻ്റെ കുട്ടീനെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ടെന്ന് കൊണ്ടുവരണം. ഓള് വരണില്ല എന്നെങ്കിൽ നോക്കട്ടെ. ഇൻഷാ അല്ലാ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ റെജിയെ. എളാമ എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. എളാമ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ആ എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് വരിട്ടോ എല്ലാവരും കൂടി. ആ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഫിദ പോട്ടെട്ടോ. നുസൈബ ഒരിക്കൽ കൂടി പറഞ്ഞു. ആ ആയിക്കോട്ടെ. അവർ അതാ കാറിലേക്ക് കയറുന്നു. നുസൈബയും കുട്ടികളും ബാക്കിലും, ഉമ്മയും ഷമ്മാസും മുന്നിലും. മോനെ. എന്താ ഉമ്മ? കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ പറയുന്നു, എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ മനസ്സിന്ന് ആ കുട്ടി അങ്ങോട്ട് മായണില്ല. ഏത് കുട്ടി ഉമ്മ? ആ സൗദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. മോനെ, സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനവും കല്യാണം നടക്കാതെ നിൽക്കണ പെൺകുട്ടി. അതാണ് ഞാൻ ആലോചിക്കണത്. ഉമ്മ സുന്ദരിയാണോ? എൻ്റെ പൊന്നു മോനെ, ജി ഓളെ മുമ്പെന്ന് അങ്ങനെ ചോദിക്കല്ലേ കേട്ടോ. അതിനെന്താ, ചോദിച്ചോട്ടെ. ഉമ്മ, എൻ്റെ നുസിൻ്റെ അത്ര സുന്ദരിയാണോ? മോനെ, അതിനെക്കുറിച്ചൊന്നും ഈ പറയില്ലപ്പോൾ. സുന്ദരിയൊക്കെ തന്നെ, മാഷാ അല്ലാ, നല്ല സുന്ദരി തന്നെയാണ്. അല്ലെങ്കിലും ഞാൻ കെട്ടിക്കൊടുത്ത് എൻ്റെ പെരയ്ക്ക് കെട്ടിക്കൊടുത്ത മരക്കളൊന്നും സുന്ദരികളല്ലാന്നിട്ടില്ലല്ലോ. എല്ലാവരും സുന്ദരികൾ തന്നെയാണ്. ഉമ്മ ഇൻഷാ അല്ലാ ചോദിച്ചു നോക്കാം. നവാസ്കാക്ക് പറ്റിയില്ലെങ്കിൽ ഷമ്മാസിനെങ്കിലും. എന്താ മോനെ, ഇൻഷാ അല്ലാ. ഉമ്മയുടെ മനസ്സിൽ ആ യാത്രയിലുടനീളം സൗദയുടെ മുഖമായിരുന്നു. മോനെ, എങ്ങോട്ടാ ഫസ്റ്റ്? ഉമ്മ, ആദ്യം നമുക്ക് ഇത്താൻ്റെ വീട്ടിൽ പോലെ.
അങ്ങനെ അതാ അവരെല്ലാവരും കൂടി ഫസീലയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.